TKM or GC, which one is best? കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ? ഈ ഗ്രാൻസിൻ്റെ എമൗണ്ട് എത്രയാണ്? ഇങ്ങനെ എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ ഈസ് ദ പാർട്ട് 3 ഓഫ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഇൻ മൈ കമൻറ്റ് സെക്ഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. If you are new to my channel, my name is Akshay Suresh, a 2023 mechanical pass out from GC Thrissur. So here we go. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ആൻസറിങ് ഈസ് സൂര്യ ബിജു ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെയുണ്ട്, പ്ലേസ്മെൻറ്റ് ഉണ്ടോ? 2023 കണക്ക് വെച്ച് പറയാം, ജി സിയിൽ എനിക്ക് തോന്നുന്നു ഒരു 8,000-7,000 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം മെക്കാനിക്കലുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ കൂടിയും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് പ്രൊഡക്ഷനിൽ കിട്ടാണ്ടല്ല, ലൈക്ക് കോർ കമ്പനി അല്ല, മറിച്ച് IT കമ്പനീസിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്. എങ്കിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കുറവാണ്. ഓക്കെ, ബട്ട് മെക്കാനിക്കലുള്ള എല്ലാ കമ്പനീസും പ്രൊഡക്ഷനിൽ വരുന്നില്ല, എങ്കിലും മെക്കാനിക്കലിലെ ചെറിയ ഭാഗം കമ്പനീസ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും ആൾക്കാരെ എടുക്കുന്നുണ്ട്. ബട്ട് ടോട്ടൽ പ്ലേസ്മെൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ പ്ലേസ്മെൻറ്റ് കുറവാണ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം പേര് പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കേരളത്തിൽ തന്നെ കുറച്ച് എണ്ണിയാൽ ചുരുങ്ങുന്ന കോളേജുകളിൽ മാത്രമേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഹരികൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, ബ്രോ TKMനേക്കാൾ ടോപ്പുള്ള കോളേജല്ലേ GCT എന്നുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം TKM ഈസ് ഓട്ടോണോമസ്, യു നോ റൈറ്റ്. GCT KTUവിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, സോ ഓട്ടോണോമസ് കോളേജിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവർക്ക് അവരുടേതായ ഡിസിഷൻ എടുക്കാനുള്ള ഒരു എന്താ പറയുക പവറുണ്ട്. ഓക്കെ, ലൈക്ക് ഇൻറ്റേർണൽ ഇത്ര മതിയെന്നും, ലൈക്ക് അറ്റൻഡൻസിന് ഇപ്പം ലൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ലൈക്ക് എന്താ പറയുക കലാമിറ്റി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായുള്ള രീതിയിൽ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാനും അതേപോലെ റീഷെഡ്യൂൾ ചെയ്യാനും അതേപോലെ തന്നെ സിലബസിൽ മാറ്റം വരുത്താനും ഒക്കെയുള്ള എന്താ പറയുക അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. പ്രോഗ്രാംസിനനുസരിച്ച് തന്നെ എന്താ പറയുക എക്സാംസും അതിൻ്റെ ഗ്യാപ്പൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ബട്ട് GC പോലുള്ള കോളേജുകൾ, KTUവിൻ്റെ അണ്ടറിലേക്ക് വരുന്ന കോളേജുകൾ അങ്ങനെയല്ല. അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൻ്റെ പരിപാടികളൊരു ഭാഗത്തും ഈ എക്സാംസും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ കോളേജിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ GC ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ KTU പറയുന്ന ഷെഡ്യൂളിനനുസരിച്ച് രണ്ടും കൂടി ചില സമയത്ത് മിക്സായി വരും. എങ്കിൽ കൂടിയും നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു, അതായത് കോളേജിന് സ്വന്തമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയെ മറികടന്നുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള പവർ ഇല്ല. ഓക്കെ, സോ ടോപ്പ് കോളേജ് എന്ന് പറഞ്ഞാൽ രണ്ടും ടോപ്പ് കോളേജാണ്. ബട്ട് ഈ TKM എന്ന് പറഞ്ഞത് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ആര്യനന്ദ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ബ്രോ GC MEC അല്ലെങ്കിൽ CET MEC വിച്ച് ഈസ് ബെറ്റർ? ഐ ക്യാൻ സേ ദാറ്റ് MEC ഇൻ CET വിൽ ബി ബെറ്റർ. ഓക്കെ, കാരണം കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഗോ ഫോർ CET MEC. പ്ലേസ്മെൻറ്റും അതായിരിക്കും കുറച്ചും കൂടി നല്ല പ്ലേസ്മെൻറ്റ്സൊക്കെ കിട്ടാൻ ചാൻസ്. പിന്നെ ഹരികൃഷ്ണൻ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ECയിലെ പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ട്, ബ്രോ EC പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയുണ്ട്, പ്ലീസ് റിപ്ലൈ ചെയ്താനാണ്. ECയുടെ പ്ലേസ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതായത് ECയിൽ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ഉണ്ട്. CS, EC, EEE ഇവിടെയൊക്കെയാണ് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നമ്മുടെ കോളേജിൽ വരുന്നത്. ഓക്കെ, കോറൽ അതേപോലെ തന്നെ ടിസ്മോ, എനിക്ക് തോന്നുന്നു IT കമ്പനിയിലേക്ക് വരുമ്പം നമ്മുടെ ഒറാക്കിൾ പോലുള്ള കമ്പനീസൊക്കെ ഈ ഒരു ECയിൽ നിന്നും സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. സോ ECക്ക് നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ കോളേജിലുള്ളത്. ആൻഡ് അനോണിമസ് ആയിട്ട് ഒരാൾ ചോദിച്ചത്, ബ്രോ ഗ്രാൻസ് എത്ര എമൗണ്ട് കിട്ടും എഞ്ചിനീയറിംഗ്? എനിവൺ പ്ലീസ് റിപ്ലൈ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഗ്രാൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെം ഫീസിൻ്റെയും അതേപോലെ തന്നെ ട്യൂഷൻ ഫീസിൻ്റെയും നല്ലൊരു ഭാഗം ഈ ഗ്രാൻസിലൂടെ റീഫണ്ട് ആവും. ഓക്കെ, നിങ്ങൾ ഫീസ് അടക്കണം. SC/ST വിഭാഗക്കാർക്കും OEC വിഭാഗക്കാർക്കും മാത്രമാണ് ഫീസ് അടക്കാത്തൊരു സംഭവം ഉള്ളത്. ബട്ട് നിങ്ങളിപ്പം എന്താ പറയുക ഗ്രാൻസിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഫീസിൻ്റെ വലിയൊരു ഭാഗം അറൗണ്ട് 70%ഓളം ഈ ഗ്രാൻസ് വഴി റീഫണ്ട് ആവും. അതേപോലെ തന്നെ നിങ്ങൾ പുറത്തുള്ള ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ, കോളേജ് ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ഫീസും ഗ്രാൻസ് വഴി റീഇംബേഴ്സ് ആവുന്നതാണ്. ഓക്കെ, ആൻഡ് നന്ദഗോപാൽ മാരാർ എന്നുള്ളൊരു ID ചോദിച്ചത്, ബ്രോ GCയിൽ നാളെ പോകാൻ നിൽക്കുവാണ്, ലെറ്റിൽ കയറി MECൽ. ഓക്കെ, MECൽ ലെറ്റിൽ കയറി. ഓക്കെ, ഹോസ്റ്റലിൽ നിൽക്കാനാണ് നോക്കുന്നത്, പഠിപ്പ് നടക്കുമോ? എനിക്ക് തോന്നുന്നു നന്ദഗോപാൽ തന്നെയാണ് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ
പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്, ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡേ ടു ഡേ പഠിക്കുന്നത് കുറവായിരിക്കും ഗവൺമെൻറ് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ. എക്സാമിൻ്റെ ടൈമിൽ ആകുമ്പോഴൊക്കെയാണ് എല്ലാവരും പഠിക്കാൻ തുടങ്ങുക. സോ ഈ ഒരു നമ്മുടെയൊക്കെ കേസ് പറയണം, എക്സാമിൻ്റെ ഒക്കെ ടൈം ആകുമ്പം കോളേജ് ഹോസ്റ്റൽ മൊത്തം ഈ ഒരു പഠിപ്പിൻ്റെ ചൂടിൽ കയറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുവരെ ഇല്ലാത്ത ആൾക്കാരും ഈ ഒരു 2 to 3 അല്ലെങ്കിൽ ഒരു 4-5 ഡേയ്സിൽ ഫുൾ ഈ എന്താ പറയുക സ്റ്റഡി മൂഡിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് റൂമും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക, അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നോക്കുക. കോളേജ് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഇതൊന്നുമില്ല, പഠിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഫെയർവെൽ വീഡിയോസിന് താഴെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് മെക്കിൽ ഗേൾസ് തീരെ ഇല്ലേ എന്നുള്ളത്. മെക്കിൽ ഗേൾസ് തീരെ ഇല്ല എന്നല്ല, നമ്മുടെയൊക്കെ സീനിയേഴ്സിൻ്റെ കേസിൽ 1-2 ഗേൾസ് മാത്രമേ മെക്കാനിക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നമ്മുടെ ബാച്ചിൽ 5ഓളം ഗേൾസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിൽ 20ഓളം ഗേൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓരോരോ ഇയർ കൂടുന്തോറും മെക്കാനിക്കൽ വരുന്ന ഗേൾസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് മെക്കാനിക്കൽ എന്താണ് ബോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. ഇപ്പം അങ്ങനെയല്ല, കൂടെ ഞാൻ പറഞ്ഞില്ലേ 30-35 ഗേൾസോളം ഇപ്പോഴത്തെ ബാച്ചിലുണ്ട്. ഇപ്പോൾ ടോട്ടലി നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കലിൽ ഗേൾസ് പൊതുവേ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സമ്മൺ എൽസ് ചോദിച്ചിരിക്കുന്നത് GCTയിൽ മെക്കിനെ പറ്റി എന്താ അഭിപ്രായം ബ്രോ? നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ അവിടെയാണ് പഠിച്ചത്. ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടും. പിന്നെ എന്തുകൊണ്ടും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നും. നിങ്ങൾ ആ കോളേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരാൾ ചോദിച്ചത് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിനെ ഇഗ്നോർ ചെയ്യുമോ, അവിടെ പ്ലേസ്മെൻറ്റ് എങ്ങനെ അവർക്ക്? ഓക്കെ, അപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുന്നൊരു പരിപാടിയൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പെർഫോമൻസിനും നിങ്ങളുടെ സ്കില്ലിനും അനുസരിച്ചിട്ടാണ്. ഏബൽ ബാബു ചോദിച്ചു ബ്രോ മെക്കിൽ ലാസ്റ്റ് റാങ്ക് എത്രയാണ് GCTയിൽ കയറിയെന്നുള്ളത്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയറിലെ അലോട്ട്മെൻറ്റിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര ഡോമിനേറ്റഡ് ആണോ അവിടെ? കോളേജിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരെ വാർത്തെടുക്കുക എന്നുള്ളത് സൊസൈറ്റീൻ്റെ ഒരു ഇതാണല്ലോ. അത് ഒരു നല്ലൊരു ഫാക്ടറാണ്, നല്ലതുകൊണ്ട് ചീത്തതുമുണ്ട്. ബട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, രാഷ്ട്രീയ ബോധമുണ്ടാവും. അടുത്ത ചോദ്യം, അറ്റൻഡൻസ് നിർബന്ധമാണോ? അക്കോർഡിംഗ് ടു KTUവിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ടൈമിൽ ലൈക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സും നിങ്ങൾ അറ്റൻഡൻസൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാവും. അപ്പോഴത്തേക്കും 75% അറ്റൻഡൻസ് ഉണ്ടാവണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു സെമ്മിൽ അല്ല ഒരു ഇയറിൽ ഒരു പ്രാവശ്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെഡിക്കൽ ലീവ് അത് കൊടുക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് വേണം, എങ്കിൽ മാത്രമേ എക്സാമിന് എലിജിബിൾ ആവുള്ളൂ. ആകാശ് കെ ചോദിച്ചത് ചേട്ടാ ആഫ്റ്റർ 4 ഇയേഴ്സ് ആകുമ്പോഴേക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്കോപ്പ് ഉണ്ടാകുമോ? ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താ? പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ 4 ഇയേഴ്സ് ആകുമ്പം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്തായാലും വേണമല്ലോ. ഓക്കെ, പ്ലേസ്മെൻറ്റ് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് മെക്കാനിക്കലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിനാണ് വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്കോപ്പൊക്കെ എന്നും ഉണ്ടാവും. നല്ലൊരു കമ്പനി കയറി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫർദർ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും. ബ്രോ വീട് എറണാകുളമാണ്, ഹോസ്റ്റൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? SC/ST സ്റ്റുഡൻസിന് എന്തായാലും എറണാകുളത്താണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ കിട്ടും. പിന്നെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ എറണാകുളത്തുള്ള ജനറൽ കാറ്റഗറിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ആൻഡ് 4th ഇയർ ഒക്കെ ആകുമ്പം ചെറിയൊരു രീതിയിൽ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയാനാവുള്ളൂ. സോ ഇന്ന് നമ്മൾ കുറച്ച് കമൻസിന് റിപ്ലൈ തന്നിട്ടുണ്ട്. എല്ലാ കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, എങ്കിൽ കൂടിയും അടുത്ത വീഡിയോസിലായിട്ട് ബാക്കിയുള്ള കമൻസിനും കൂടി ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ദിസ് ഇസ് അക്ഷയ് ഫ്രം AKS മീഡിയ ആൻഡ് ഓൾസോ യു ഷുഡ് ജോയിൻ ടു അവർ ടെലഗ്രാം ചാനൽ. ഓക്കെ, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ടു മൈ ടെലഗ്രാം ചാനൽ. ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.